മഞ്ചേശ്വരം ഉദ്യാവർ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിത കെട്ടിടമൊരുക്കി ജില്ലാ ഭരണം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ തകർന്നു വീഴാറായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയത്. സിറ്റി ന്യൂസ് ഇമ്പാക്ട്. മഞ്ചേശ്വരം ഉദ്യാവർ തോട്ട GMLP സ്കൂളിലെ കുട്ടികൾക്ക് ഇനി ഭയം കൂടാതെ പഠനം തുടരാം. കാലപ്പഴക്കത്താൽ ഏത് സമയത്തും തകർന്നു വീണേക്കാവുന്ന കെട്ടിടത്തിൽ നിന്ന് കുട്ടികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ജില്ലാ ഭരണകൂടം. 100 വർഷത്തോളം പഴക്കമുള്ള സ്കൂൾ 40 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാത്ത കെട്ടിടത്തിൽ ഏറെ ഭയപ്പാടോടെ കുട്ടികൾ പഠനം നടത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നേരിട്ടെത്തിയാണ് അപകടാവസ്ഥ സംബന്ധിച്ച് മനസ്സിലാക്കിയത്. കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി തൊട്ടടുത്ത മദ്രസ കെട്ടിടത്തിലേക്ക് അടിയന്തരമായി മാറ്റാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും. കുട്ടികളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നും ജില്ലാ കളക്ടർ. അതിന്റെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാഥമികമായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വിശദമായിട്ട് അന്വേഷണം അതിൽ നമ്മൾ ചെയ്യും. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതും. കാരണം നല്ല മഴയായിരുന്നു. ഇന്നലെ റെഡ് അലർട്ട് ആയതുകൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം നല്ല മഴ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അപകടാവസ്ഥ തന്നെയാണ് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ വന്നപ്പോഴും മനസ്സിലായപ്പോൾ ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് സൈറ്റിലോട്ട് വിസിറ്റ് ചെയ്യും. ഇത് എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ഉറപ്പുവരുത്തി. കാരണം കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു റിസ്ക് പോലും നമുക്ക് എടുക്കാൻ സാധിക്കില്ല. 1927 ജനുവരി 1 സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടത്തിലെ ഹാളിൽ തട്ടികൾ വെച്ച് തിരിച്ചാണ് പഠനം നടത്തിയിരുന്നത്. ഒരു മുറി അങ്കണവാടിയായാണ് പ്രവർത്തിച്ചിരുന്നത്. 1 മുതൽ 4 വരെ 26 കുട്ടികളും അംഗൻവാടിയിൽ 16 കുട്ടികളുമാണ് പഠനം നടത്തുന്നത്. ഇവരിൽ ഏറെയും നിർധന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.